ഹായ് ഓൾ, വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് USSലുള്ള ബേസിക് സയൻസിലുള്ള 2 ടോപ്പിക്സ് ആണ് നമ്മളൊന്ന് ഓടിച്ച് നോക്കാൻ പോകുന്നത്. പ്രധാനമായും നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്പിറേഷൻ അതുപോലെ തന്നെ ഡൈജഷനുമാണ്. അതിന് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഓവർവ്യൂ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓടിച്ചു പോവുകയാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിക്കണം. നമ്മൾ ജസ്റ്റ് കുറച്ച് വീഡിയോസ് കണ്ടുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർ ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ ലൈവുകളും മെൻറ്റികളും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കൃത്യമായി അറ്റൻഡ് ചെയ്താലാണ് നമുക്ക് USS കിട്ടുക, അല്ലേ? അപ്പോൾ എല്ലാവരും ആ രൂപത്തിൽ തന്നെ വേണം ഈ USS പ്രിപ്പറേഷനിൽ നമ്മുടെ കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഇനി റെസ്പിറേഷൻ എന്നുള്ള ഭാഗത്ത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യലും മറ്റു കാര്യങ്ങളും മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോകളിലും മെൻറ്റി ക്വിസുകളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഓവർവ്യൂ നോക്കാം. എന്താണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ? റെസ്പിറേഷൻ എന്നുള്ളത് നമുക്കറിയാം. നമുക്കെല്ലാവർക്കും റെസ്പിറേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മളാക്കും, അല്ലേ? അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ വിചാരിക്കാം വി ടേക്ക് എയർ ഇൻ ആൻഡ് ഗിവ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുക എന്ന് പറയുന്ന സംഭവം. അത് ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ് ഈസ് എ പാർട്ട് ഓഫ് റെസ്പിറേഷൻ. പക്ഷേ ബ്രീത്തിങ് മാത്രമല്ല റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലേ? റെസ്പിറേഷനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ എന്താ പറയാൻ പറ്റുക? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ ലിവിങ് ഓർഗാനിസം ഇൻവോൾവിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി. അതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? നമ്മൾ ജീവിക്കുന്നില്ലേ? നമ്മളിപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ചിലപ്പം ഇരുന്ന് കേൾക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും, അല്ലെങ്കിൽ നടക്കും, ഓടും, ചാടും, ഇതൊക്കെ ചെയ്യുന്നില്ലേ? ഇതൊക്കെ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് എനർജി വേണം. ഈ എനർജി എവിടുന്നാണ് കിട്ടുന്നത്? എനർജി കിട്ടുന്നത് എന്താ വെച്ചാൽ റെസ്പിറേഷനിൽ നിന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, എല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ. പല ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്, അല്ലേ, നമ്മുടെ ഗ്ലൂക്കോസ് അടങ്ങുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബോഹൈഡ്രേറ്റ്, അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് അത് അബ്സോർബ് ചെയ്യും, നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. ആ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? സെല്ലിലേക്ക് എത്തും, അല്ലേ? നമ്മുടെ സെൽസിലേക്ക്, ഓരോ സെൽസിലേക്കും എന്ത് ചെയ്യും? കാർബോഹൈഡ്രേറ്റ്സ് എത്തും. അങ്ങനെ കാർബോഹൈഡ്രേറ്റ് എത്തിയതുകൊണ്ട് എനർജി ഉണ്ടാവുമോ? ഇല്ല. അതിൻ്റെ കൂടെ ഒരാളും കൂടി വേണം. അതാണ് ഓക്സിജൻ. ഓക്സിജൻ എന്ത് ചെയ്യും? നമ്മൾ ശ്വസിച്ച് അത് ലങ്സിലേക്ക് എത്തി, ലങ്സിൽ നിന്ന് ബ്ലഡിലേക്ക് എത്തി, ബ്ലഡ് വഴി അതും സെൽസിലേക്ക് എത്തും. എന്നുവെച്ചാൽ 2 കാര്യങ്ങൾ സെൽസിലേക്ക് എത്തി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് സെൽസിലേക്ക് എത്തി, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്ന് ഓക്സിജൻ സെൽസിലേക്ക്, കോശത്തിലേക്ക് എത്തി. ആ കാർബോഹൈഡ്രേറ്റ് പ്ലസ് ഓക്സിജൻ അത് റിയാക്ട് ചെയ്താലാണ് എനർജി ഉണ്ടാവുക. ആ എനർജി കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. മനസ്സിലായോ? അപ്പം ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? റെസ്പിറേഷൻ. ആ റെസ്പിറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് തന്നെയാണ് നമ്മൾ ശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്താലല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതും ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രീത്തിങ്ങും അതുപോലെ തന്നെ ഫുഡ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ പ്രോസസ്സിന് പറയുന്ന പേര് ബ്രീത്തിങ് എന്നാണ്. മൊത്തത്തിൽ ഈ എനർജി സിന്തസൈസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റെസ്പിറേഷൻ എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ പ്രോസസ് ഓഫ് ലിവിങ് ഓർഗാനിസം ഇൻവോൾവിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക, ടിപ്പിക്കലി വിത്ത് ദ ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് ആൻഡ് ദ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഉണ്ടാകുന്ന അതിൻ്റെ എൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ആ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും ഫ്രം ദ ഓക്സിഡേഷൻ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് സബ്സ്റ്റൻസസ്, അതായത് കാർബോഹൈഡ്രേറ്റ് ഒക്കെ പോലെ നമ്മുടെ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ് എന്നൊക്കെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവസാനം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഈ പറഞ്ഞ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ റെസ്പിറേഷൻ ആൻഡ് ബ്രീത്തിങ് തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? റെസ്പിറേഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഗ്ലൂക്കോസ് ഇസ് ബ്രോക്കൺ ഡൗൺ വിത്ത് ഓർ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ടു റിലീസ് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ബ്രീത്തിങ് പറഞ്ഞാൽ ഒരു മെക്കാനിസമാണ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ഓക്സിജൻ ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ആ മെക്കാനിസത്തിന് പറയുന്ന പേരാണ് എന്ത്? ബ്രീത്തിങ്, അല്ലേ? അതൊരു ഫിസിക്കൽ പ്രോസസ്സാണ്. ബ്രീത്തിങ് ഈസ് എ ഫിസിക്കൽ പ്രോസസ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ബ്രീത്തിങ് ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ ഓക്സിഡേഷൻ ഓഫ് ഫുഡ് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനർജി സിന്തസിസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി റെസ്പിറേറ്ററി സിസ്റ്റം അതിൽ എന്തൊക്കെയാണ് ഉള്ളത്, അല്ലേ? റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് ദ ഓർഗൻ ആൻഡ് അതർ പാർട്ട് ഓഫ് യുവർ ബോഡി ഇൻവോൾവ് ഇൻ ബ്രീത്തിങ്, അല്ലേ? ബ്രീത്തിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗൻസും മറ്റ് പാർട്സൊക്കെയാണ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ്? നോസ്ട്രിൽ, നമ്മുടെ മൂക്കിൻ്റെ ദ്വാരം, അതിനാണ് നോസ്ട്രിൽ എന്ന് പറയുക. അതിനകത്തുള്ള ആ ക്യാവിറ്റിക്കാണ് നെയ്സൽ ക്യാവിറ്റി എന്ന് പറയുക. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഇവിടെയുള്ള ആ എയർ പൈപ്പാണ് ട്രക്കിയ. അതിൻ്റെ അടുത്ത ഭാഗം, അത് ലങ്സിലേക്ക് എത്തുമ്പോഴുള്ള ഭാഗമാണ് ബ്രോങ്കസ്. ആ ബ്രോങ്കസിൻ്റെ ഓരോ ബ്രാഞ്ചസ് ആണ് ബ്രോങ്കിയോൾസ്. ആ ഏറ്റവും അവസാനം, ആ ബ്രാഞ്ചസിൻ്റെ ഒക്കെ ഏറ്റവും അവസാനമുള്ള എയർ സാക്സ് ആണ് ആൽവിയോളൈ.
അത് കഴിഞ്ഞിട്ടുള്ള ആ പിന്നെ ആൽവിയോളൈ അടങ്ങുന്ന മൊത്തത്തിൽ ഈ ലങ്സ് ഒക്കെ അടങ്ങുന്ന ആ മൊത്തത്തിലുള്ള തൊറാസിക് ക്യാവിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി ഉണ്ട് അല്ലേ, നമ്മുടെ വയറൊക്കെ അടങ്ങുന്ന അബ്ഡോമിനൽ ക്യാവിറ്റിയും അതിൻ്റെ ഇടയിലുള്ള ഒരു മസിൽ ആയിട്ടുള്ള ഒരു മസ്കുലാർ വോളാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലങ്സിൻ്റെ ഏറ്റവും പുറത്തുള്ള ആ ഒരു മെംബ്രെയിനാണ് പ്ലൂറ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പാർട്സ് ആണ്. ആ പാർട്സിൻ്റെ പേര് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ആ ഒരു പാത്വേ നമ്മൾ മനസ്സിലാക്കുക. നോസ്ട്രിലൂടെ കയറി നേസൽ ക്യാവിറ്റിയിലൂടെ ട്രക്കിയ, ബ്രോങ്കസ്, ബ്രോങ്കിയോൾ, ആൽവിയോളൈ, അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ട്രക്കിയക്കാണ് നമ്മൾ വിൻ പൈപ്പ് എന്ന് പറയാം അല്ലേ. വിൻ പൈപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത് ട്രക്കിയയാണ്. ആ ട്രക്കിയയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആ ട്രക്കിയക്ക് സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് ഉണ്ടാവും. ആ ട്രക്കിയക്ക് ചുറ്റും ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്സ് ഉണ്ടാവും. പിന്നെ ബ്രോങ്കസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോങ്കസിനും എന്തുണ്ട്, ഒരു കാർട്ടിലേജിനസ് റിങ്സ്, ബ്രോങ്കിയൽ റിങ്സ് അതിനും കാണാൻ സാധിക്കും. പക്ഷെ ബ്രോങ്കിയോൾസ് വരുമ്പോൾ അതിലെന്തില്ല, ദർ ആർ നോ കാർട്ടിലേജിനസ് റിങ്സ്. ഇത് ചിലപ്പോൾ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള എയർ സാക്സ് ആണ്. ഈ ആൽവിയോളയിൽ നിന്നാണ് ഓക്സിജൻ എന്ത് ചെയ്യുന്നത്, ബ്ലഡിലേക്ക്, അവിടേക്ക് ബ്ലഡ് വെസൽസ് ഒക്കെ എത്തും. അപ്പോൾ അവിടേക്ക് ബ്ലഡിലേക്ക് ഓക്സിജൻ കൊടുക്കുകയും ബ്ലഡിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെടുക്കുകയും ചെയ്യുന്നത് ഈ ആൽവിയോളൈ എന്ന് പറയുന്ന എയർ സാക്സ് മുഖേനയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത്. ആദ്യം നമ്മുടെ നോസ്ട്രിൽ, മൂക്കിൻ്റെ ഓട്ടയിലൂടെ നമ്മൾ പിന്നെ നമ്മുടെ എയർ എടുക്കും. അതിനുശേഷം നെയ്സൽ ക്യാവിറ്റിയിലെത്തും. നെയ്സൽ ക്യാവിറ്റിയിൽ നിന്ന് അത് താഴോട്ട് പോയി ട്രക്കിയ, അതായത് വിൻ പൈപ്പ്, അതിനുശേഷം ബ്രോങ്കസ്, പിന്നെ എന്ത് ചെയ്യും, ബ്രോങ്കിയോൾ, അവസാനം ആൽവിയോളയിലെത്തും. ഇതാണ് അതിൻ്റെ ഒരു റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ഓഫ് എയർ, അതായത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എയർ സാക്ക് എന്ന് പറയുന്ന ആൽവിയോളൈ. ഇങ്ങനെയുള്ള ഒരുപാട് തൗസൻഡ്സ് ഓഫ് എയർ സാക്സ് ഉണ്ടാവും. ആ എയർ സാക്സ്, അറ്റ്മോസ്ഫിയർ എയർ റീച്ചസ് ദ ആൽവിയോളൈ ആസ് എ റിസൾട്ട് ഓഫ് ഇൻസ്പിറേഷൻ. നമ്മൾ എയർ ഉള്ളിലേക്ക് എടുത്താൽ ആൽവിയോളയിലേക്ക് എത്തും. എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടേക്ക് പ്ലേസ് ഇൻ ദ ആൽവിയോളൈ. അതായത് ഇത് ആൽവിയോളൈ ആണ്, ഇത് ബ്ലഡ് വെസലാണ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് വരുമ്പോൾ അതിലെന്തുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്ക് വരും. ഈ ആൽവിയോളയിലുള്ള ഓക്സിജൻ ബ്ലഡിലേക്ക് പോകും. അങ്ങനെയാണ് ആ എക്സ്ചേഞ്ച് നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാര്യം ആൽവിയോളയിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം. ഇതാണ് മൊത്തത്തിൽ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലങ്സ്, അതുപോലെ തന്നെ അതിൻ്റെ പാർട്ട് എന്ന് വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ നോക്കാം. അതുപോലെ തന്നെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത് അല്ലേ. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഡൈജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, അതിൽ പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ട്. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ മൗത്തിലൂടെ നമ്മൾ ഫുഡ് എടുക്കുന്നു, എന്നിട്ട് ഈസോഫാഗസിലൂടെ അത് എവിടേക്ക് എത്തുന്നു, നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് എത്തുന്നു. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് എത്തുന്നു. അവസാനം റെക്റ്റം, ആനസിലൂടെ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നു. ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൗത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ആ ഒരു ചൂയിങ് ആൻഡ് ഗ്രൈൻഡിങ് ആണ് അല്ലേ. ആ ചൂയിങ് ആൻഡ് ഗ്രൈൻഡിങ്ങിന് നമ്മളെ സഹായിക്കുന്നതാണ് പല്ലുകൾ അല്ലേ. നമ്മുടെ ടൂത്ത് എന്ന് പറയുന്നത് അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ടൂത്തിൻ്റെ സ്ട്രക്ചർ, ഏറ്റവും പുറത്തുള്ള സ്ട്രക്ചറാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനാമലാണ് ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ അവർ ബോഡി അല്ലേ. നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും കട്ടിയുള്ള ഭാഗം എന്താണ്, ഇനാമലാണ്. ആ ഇനാമലാണ് നമ്മുടെ പല്ലിൻ്റെ മേൽഭാഗത്ത് ഏറ്റവും പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്തുള്ള ബൾക്ക് ഓഫ് ദ ടൂത്ത് ആണ് ഡെൻറ്റീൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡെൻറ്റീൻ എന്ന് പറയുന്നത് ബൾക്ക് ഓഫ് ദ ടൂത്ത്, അത് ഡെൻറ്റീനാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്തിനാണ് നമ്മൾ പൾപ്പ് എന്ന് പറയുക. പൾപ്പ് ക്യാവിറ്റി. ആ പൾപ്പ് ക്യാവിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലാണ് നമ്മൾ റൂട്ട് കനാലൊക്കെ ചെയ്യുക അല്ലേ. ഒരു കനാൽ മാതിരിയുള്ള ഒരു സ്ട്രക്ചർ. ആ പൾപ്പ് ക്യാവിറ്റിയിലാണ് ബ്ലഡ് വെസൽസും നെർവ്സൊക്കെ ഉണ്ടാവുക. അവിടേക്ക് എത്തുമ്പോഴാണ് വേദന വരിക. ഓക്കെ, അപ്പോൾ അവിടേക്ക് എത്തിയാൽ പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് കാര്യം. പിന്നെ ഇത് മേൽഭാഗത്താണെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് ഇതിനൊരു വേരുണ്ട് അല്ലേ. ഈ വേരിൻ്റെ ഏറ്റവും പുറത്തുള്ള ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ സിമെൻറ്റം എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇനാമൽ, ഡെൻറ്റീൻ, സിമെൻറ്റം, പിന്നെ ഏറ്റവും ഉള്ളിലുള്ള പൾപ്പ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ബൾക്ക് ഓഫ് ദ ടൂത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഡെൻറ്റീനാണ്. ഇനാമലിൻ്റെ ഉള്ളിലുള്ള ഡെൻറ്റീനാണ്. പിന്നെ ഓരോ ടൈപ്പ് ഓഫ് ടൂത്ത് അല്ലേ. ഇൻസൈസേഴ്സ്, ഏറ്റവും മുന്നിലുള്ള ഭാഗങ്ങളാണ് ഇൻസൈസേഴ്സ് എന്ന് പറയാം. അതായത് ഈ ഏറ്റവും മുന്നിലുള്ള 4 പല്ലുകളാണ് ഇൻസൈസേഴ്സ്. പിന്നെയുള്ള കുറച്ചുകൂടി കൂർത്ത പല്ലുകൾ, 2 ഭാഗത്തുള്ള കൂർത്ത പല്ലുകളാണ് കനൈൻ. അത് കഴിഞ്ഞിട്ടുള്ള 2 പല്ലുകൾ വീതമാണ് പ്രീമോളാർ. അത് കഴിഞ്ഞിട്ടുള്ള 2ഓ 3ഓ പല്ലുകളാണ് മോളാർ എന്ന് പറയുന്നത്. മേലെയും താഴെയും അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ഇൻസൈസേഴ്സ് എന്തിനാ ഉപയോഗിക്കുക? 8 ടീത്ത് ഇൻ ദ ഫ്രണ്ട് 4 അല്ലേ.
4 above and 4 below അല്ലേ, മേലെയുള്ള 4 താഴെയുള്ള 4 അങ്ങനെയുള്ള 8 എണ്ണമാണ് ഇൻസൈസസ്. ഹെൽപ്പ് ടു ബൈറ്റ് ആൻഡ് കട്ട്. നമ്മൾ ഇൻസൈസസ് എന്താ ചെയ്യുക, കട്ട് അല്ലേ, ബൈറ്റ് ആൻഡ് കട്ടിനാണ് ഉപയോഗിക്കുക. കനൈൻ എന്ന് പറഞ്ഞാൽ കൂർത്തതാണ്. അപ്പോൾ 4 ടീത്ത് നിയർ ദ ഇൻസൈസസ് ബോത്ത് സൈഡ്സ് എബോവ് ആൻഡ് ബിലോ അല്ലേ, ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് അങ്ങനെ 4 എണ്ണം. അപ്പോൾ ഹെൽപ്പ് ടു ടിയർ ഓഫ് ദ ഫുഡ് സ്റ്റെപ്പ്. നമ്മുടെ ചിക്കനൊക്കെ കടിച്ചു വലിക്കുന്ന ഓർമ്മയില്ലേ, ടിയർ ഓഫ് അല്ലേ, ടിയർ ഓഫ് ആണ് കനൈൻ്റെ പണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രീമോളാർ ആണെന്നുണ്ടെങ്കിൽ കനൈൻ്റെ ബാക്കിലുള്ള ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 അങ്ങനെ 8 എണ്ണം അല്ലേ. ഹെൽപ്പ് ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ്, ച്യൂയിങ്ങിനും ഗ്രൈൻഡിങ്ങിനുമാണ്. മോളാർ അതിൻ്റെ പിന്നിലുള്ള അപ്പം 32 ടീത്തുള്ള ആളുകൾക്ക് 3 വീതവും അല്ലാത്തവർക്ക് 2 വീതവും ഉള്ളതാണ്. അപ്പോൾ എന്താണ് 12 ടീത്ത്, ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3 അങ്ങനെ 12. ഹെൽപ്പ് ടു ഗ്രൈൻഡ് ആൻഡ് ക്രഷ്. പിന്നെ ഉള്ളത് 2 സെറ്റ് ഓഫ് ടീത്താണ്. നമുക്ക് ചെറുപ്പത്തിൽ എന്തുണ്ടാവും, മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് ടീത്ത് ഉണ്ടാവും. വലുതായി കഴിഞ്ഞാൽ പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ടീത്ത് ഉണ്ടാവും. അപ്പം മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഒരു 6 മന്തിൽ നിന്ന് തുടങ്ങി ഒരു 6 ഇയർ വരേക്കും പോകുന്ന ടീത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, മിൽക്ക് ടീത്ത് എന്ന് പറയുക. അത് പിന്നെ ഫോളോ ഓഫ് ചെയ്യും, അതിന് ശേഷം വരുന്നതാണ് പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ആ ചൂയിങ്ങും ഗ്രൈൻഡിങ്ങും ഒക്കെ കഴിഞ്ഞ് ഈസോഫാഗസ് ഫുഡ് പൈപ്പിലൂടെ അത് എവിടേക്ക് എത്തും, സ്റ്റൊമക്കിലേക്ക് എത്തും അല്ലേ. നമ്മുടെ ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്തും. സ്റ്റൊമക്ക് ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക് ഫ്രം ദ മൗത്ത് ത്രൂ ഈസോഫാഗസ്. ആ ഈസോഫാഗസിലൂടെയുള്ള മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് അല്ലേ. പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈസോഫാഗസിലൂടെയുള്ള ഫുഡിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദ സ്റ്റൊമക്ക് വാൾ ഫുഡ് ഈസ് റെൻഡഡ് പേസ്റ്റ് ലൈക്ക് ഇൻസൈഡ് ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിനകത്തൊരു പേസ്റ്റ് പോലെയായി മാറും അല്ലേ, പേസ്റ്റ് പോലെയായി മാറും. ദ ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്റ്റൊമക്ക് ഡൈജസ്റ്റ് ദ ഫുഡ് കെമിക്കലി. അതായത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അകത്തുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് എന്ത് ചെയ്യും, ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, കെമിക്കലി ഡൈജസ്റ്റ് ചെയ്യാൻ കൂടി സഹായിക്കും. അതിനുശേഷമുള്ള ഏറ്റവും വലിയ ഭാഗമാണ്, ഏറ്റവും നീളമുള്ള ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. പ്രത്യേകം മനസ്സിലാക്കുക, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഭാഗം സ്മോൾ ഇൻറ്റസ്റ്റൈനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതെന്താ സ്മോൾ എന്ന് പേരിട്ടിട്ട് ലെങ്ത്ത് ഏറ്റവും വലുതായത്. ലെങ്ത് വൈസ് ഉള്ള കാര്യമല്ല, അതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ അത് വെച്ചിട്ടാണ് സ്മോൾ എന്ന് പറയുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡയമീറ്റർ കുറവാണ്, പക്ഷേ നീളം കൂടുതലാണ്. മനസ്സിലായോ? പക്ഷേ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഡയമീറ്റർ കൂടുതലാണ്, പക്ഷേ നീളം കുറവാണ്. മനസ്സിലായോ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് അബൌട്ട് 6 മീറ്റർ ലോങ്. 6 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, ഒരു മീറ്ററിന് എത്ര ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള 6 മീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും നീളം ഉണ്ടാവും മൊത്തത്തിലെടുത്ത് നോക്കിയാൽ. പക്ഷെ അതിങ്ങനെ നമ്മൾ നേരത്തെ ഫോട്ടോയിൽ കണ്ടതുപോലെ അടുക്കി വെച്ചതുകൊണ്ടാണ് അത്രയും ചെറിയ സ്ഥലത്ത് നമ്മുടെ ഇവിടെ കൊള്ളുന്നത് അല്ലേ. അപ്പം 6 മീറ്റർ ലോങ് ആണ്. ഡൈജഷൻ ഓഫ് ഫുഡ് ഈസ് കംപ്ലീറ്റഡ് ഹിയർ. ഇവിടെയാണ് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ ചോദ്യം വരാം അല്ലേ, ഇൻ വിച്ച് പാർട്ട് ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ്. പിന്നെ മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്നൊക്കെ ചോദ്യം വരാം അല്ലേ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ദ ബ്ലഡ്. ഇവിടെ അബ്സോർപ്ഷനും നടക്കും. ഡൈജഷൻ നടന്ന് അതിനുശേഷം അബ്സോർപ്ഷനും ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കും. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ചെറിയ കുറച്ച് വാട്ടറും കുറച്ച് മിനറൽസും കൂടി അബ്സോർപ്ഷൻ നടക്കും. പക്ഷേ അബ്സോർപ്ഷൻ്റെയും പ്രധാന ഭാഗം നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെയാണ്. ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇസ് ദ ബ്രോഡർ ഇൻറ്റസ്റ്റൈൻ following small intestine and is about 1.5 meter. ഒരു 1.5 മീറ്ററാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ടാവുക. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഏകദേശം 6 മീറ്റർ ഉണ്ടെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആകെ 1.5 മീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ കണ്ടെയ്നിങ് മിനറൽസ് ആൻഡ് സോൾട്ട് ടേക്ക് പ്ലേസ് ഹിയർ. വാട്ടറും മിനറലും സോൾട്ടും ഒക്കെയാണ് എന്ത് ചെയ്യുക, ഇവിടെ അബ്സോർപ്ഷൻ നടക്കുക. വാട്ട് റിമെയിൻസ് ആഫ്റ്റർ ദാറ്റ് ഈസ് ഫീസസ് അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിനാണ് നമ്മൾ ഫീസസ് എന്ന് വിളിക്കുക. അതെന്ത് ചെയ്യും, ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ റെക്റ്റം. റെക്റ്റത്തിൽ സ്റ്റോർ ചെയ്യും. എക്സ്പെൽ ത്രൂ ദ ഏനസിലൂടെ അതെന്ത് ചെയ്യും, പുറത്തേക്ക് വിടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ നമ്മുടെ ഒരു ഫുഡിൻ്റെ ജേണി. നമ്മുടെ എയറിൻ്റെ ജേണിയും അതായത് ഓക്സിജൻ്റെ ജേണിയും ഫുഡിൻ്റെ ജേണിയും നമ്മൾ ഒരു സിംപ്ലി നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലും മെൻറ്റികളിലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താഴെ ലിങ്ക് ഉണ്ട്, അതുവഴി എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.